ദുരൂഹതകൾ ഏറെയുള്ള ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ നമ്മൾ ഹലോ മലയാളം ആദ്യം പോകുന്നത്. ഇവിടെ എറണാകുളത്ത് റിട്ടയർഡ് അധ്യാപികയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പോടേക്കര സ്വദേശിയായ വനജയാണ് മരിച്ചത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു കത്തി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മരണപ്പെട്ടയാളുടെ 2 കൈത്തണ്ടകളും മുറിഞ്ഞ നിലയിലാണുള്ളത്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കേൾക്കാം ആദ്യം. അതിനുശേഷം സൈഫുനീസ ചേരും തത്സമയം. ഞങ്ങളിവിടെ അവരെ അനിയത്തിനും മകളും ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് വന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞ് ബ്ലഡിൽ കുളിച്ച് കിടക്കണമെന്നും പറഞ്ഞ് ഓടി വന്ന് വിളിച്ചതാണ്. അങ്ങനെ എൻ്റെ വൈഫും അപ്പുറത്തെ ചേച്ചിയും കൂടിയാണ് ആദ്യം പോയി നോക്കിയപ്പോൾ ഡെഡായി കിടക്കുകയാണ്. പൾസൊന്നുമില്ല. മുറിവുകൾ കാലിൻ്റെ ഇവിടെ കാണുന്നുണ്ട്, കൈ ഞരമ്പ് മുറിച്ചായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യക്ഷിച്ചു. പിന്നെ എല്ലാം വ്യക്തമല്ല എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ബ്ലഡിൽ കുളിച്ചാണ് ബോഡി കിടക്കുന്നത്. സൈഫുനീസ അലിയാറുണ്ട് നമുക്കിപ്പം. സൈഫുനീസ, ഇത് അസ്വാഭാവിക മരണമെന്ന് ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ ഇടപ്പള്ളി പോണേക്കര പ്രതീക്ഷ നഗറിൽ താമസിക്കുന്ന വനജ എന്ന 70 വയസ്സുള്ള റിട്ടയർഡ് അധ്യാപികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം കുറേ നാളുകളായി. ഈ അടുത്തിടെയാണ് ഇവരുടെ സഹോദരിയുടെ മകളും അവരുടെ ഭർത്താവും ഇവർക്ക് കൂട്ടിനായി വന്നത്. ഇവർ രാവിലെ ജോലിക്ക് പോകും, രാത്രി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു. ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് ഇവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ച നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു കത്തി കണ്ടെത്തിയിട്ടുണ്ട്. ശരീരത്ത് പലയിടങ്ങളിലായി മുറിപ്പാടുകളുണ്ട്. ഈ പറഞ്ഞതുപോലെ 2 കൈത്തണ്ടയിലും കാലിലും ഒക്കെ മുറിപ്പാടുകളും കാണുന്നുണ്ട്. ഇതാണ് ഒരു അസ്വാഭാവികത പോലീസിന് സംശയിച്ചത്. എന്തായാലും ഇതേ തുടർന്ന് ഈ ഭാഗമെല്ലാം സീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താമസിച്ചിരുന്ന ഇവരുടെ ബന്ധുക്കളോട് മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറിക്കോളാൻ പറഞ്ഞു. അവിടേക്ക് മാറിയിരിക്കുകയാണ്. നിലവിൽ ആത്മഹത്യ എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് പോകുന്നത്. എങ്കിൽ പോലും ഇത്തരം രീതിയിൽ ശരീരത്തിലൊക്കെ മുറിവുകൾ കണ്ട സ്ഥിതിക്ക് അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. 1 വർഷം മുമ്പ് ഇവർക്ക് സ്ട്രോക്ക് വന്നിരുന്നു. അതുകൂടാതെ മറ്റ് ചില വിഷാദ രോഗങ്ങളടക്കമുള്ള ആളാണ് ഈ വനജ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ പുറത്തേക്ക് അധികം കാണാറില്ല. വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയം ഉണ്ടാകുന്നത്. പകലൊന്നും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തൊരു രീതിയിലുള്ള പെരുമാറ്റ രീതിയായിരുന്നു എന്നാണ് അയൽവാസികളടക്കം പറയുന്നത്. എന്തായാലും പോലീസ് ഇതിൽ ഒരു ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ അവിടെ ഈ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാണോ? ബന്ധുക്കളൊക്കെ അങ്ങനെയാണെങ്കിൽ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ? ഈ വനജയുടെ ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചു പോയതാണ്. പിന്നെ ഇവരുടെ സഹോദരിയുടെ മകളും ഭർത്താവുമാണ് ഇവിടെ എറണാകുളത്ത് ജോലിക്കായിട്ട് വന്ന് അങ്ങനെ ഇവരുടെ ഒപ്പം താമസിക്കുന്നത്. ഇവർക്ക് കൂട്ടിനായി വന്ന് താമസിക്കുന്നതാണ്. കാരണം ഈ പ്രായമായതോടെയുള്ള കുറേ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് സഹായത്തിനു കൂടിയാണ് വന്നിരുന്നത്. അവരെ ഇപ്പോൾ വേറൊരു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റു ബന്ധുക്കളൊന്നും അവിടെ ഇല്ല. 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം കൂടി കഴിഞ്ഞാൽ ഈ മരണത്തിന്റെ കാരണം കൃത്യമായി നമുക്ക് വ്യക്തമാവുകയുള്ളൂ. സേതു, ശരി, ഓക്കെ. സൈഫുനീസയാണ് വിവരങ്ങൾ നൽകിയത്. ദുരൂഹമായൊരു സംഭവം. ഇനി ഇൻക്വസ്റ്റ് കഴിയട്ടെ, അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. സൈഫുനീസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.